ഞങ്ങളുടെ കുഞ്ചാക്കോയുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇതിനൊരു 5 പൈസ ഞങ്ങൾക്ക് വേണം. ഇന്ന് അങ്ങനെ അഡ്വാൻസ് കിട്ടിയില്ലായിരുന്നല്ലോ. ചാനലുകാർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വിലാസിനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ തടഞ്ഞല്ലേ കാണായിരുന്നു. ഫോൺ ചോർത്തൽ നടക്കുന്ന കാലമായതുകൊണ്ട് ഈ ഇരിക്കുന്ന വണ്ടിക്കച്ചവടം എന്ന രീതിയിലേ അവള് സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഹലോ ചേച്ചി, നമ്മുടെ ആവശ്യക്കാർ പിള്ളേര് വന്നിട്ട് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന്. ഹലോ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാടാ. ഈ ചൂട് വിലക്ക് എന്റെ വണ്ടിയാന്ന് പറഞ്ഞാൽ ചൂടപ്പം പോലെ കൊത്തിക്കൊണ്ട് പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കുവാ. കാണോ? വീഡിയോയ്ക്ക് വേണ്ടി വിളിക്കുന്ന ചാനലുകാരെ പറ്റിയാ. അയ്യോ വേണ്ട ചേച്ചി, പൈസ മുഴുവൻ തരുമ്പോ ഒറിജിനലും ഒപ്പം മറ്റേന്റെ കോപ്പി ഒന്ന് പുറത്തു തന്നാ മതി. ഇനി എനിക്ക് എന്തിനാടാ ആ പഴയതിന്റെ കോപ്പി? സുഗുണം തന്നെ ഒപ്പിച്ചു തന്ന ഈ ചുമന്ന കുട്ടപ്പൻ എന്റെ കയ്യിലുള്ളപ്പോ. ഏതോ ചുവന്ന കുട്ടപ്പന്റെയും വീഡിയോ അവളെടുത്ത് ഇനി അവന്റെ ക്ലിപ്പും വാട്സാപ്പിൽ വന്നോളും. പൊരിയുന്ന വെയിലത്തും തളരാത്ത ആവേശവുമായി ബെത്ലഹേമിന്റെ ചുണക്കുട്ടികൾ ഗ്രൗണ്ടിൽ തിമിർത്ത് കളിക്കുന്നു. തീപാറുന്നൊരു ഷോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാര്യം മുരളിയോടുള്ള വാശിക്കാണെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുത്തേരെ ക്ലീറ്റസേ. നമ്മുടെ കുഞ്ചാക്കോ ആഗ്രഹം കേട്ടപ്പോ ഞെട്ടിപ്പോയി കുഞ്ചാക്കോ. പക്ഷെ ഒരു സംശയം, താൻ എന്നെങ്കിലും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? കൊള്ളാം. കടപ്പുറത്തെ ചെസ് കളിയുടെ ചാമ്പ്യൻ ഞാനല്ലേ, പിന്നെയാണോ ഈ മണ്ടന്മാരുടെ കളി? ഞങ്ങളുടെ റഷ്യനായ കുഞ്ചാക്കോ ഫൈനൽ ക്രിക്കറ്റ് കളിച്ചില്ല. 6 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് എടുത്തിരിക്കുന്നു. അത് 1 വിക്കറ്റ് കൂടി എടുത്തിരിക്കുന്നു. തകർപ്പൻ ബോളിംഗ്, ക്ലീൻ ബോൾ. അവസാന പ്രതീക്ഷയായിരുന്ന മാർട്ടിൻ വിത ഔട്ടായിരിക്കും. ആദ്യ ഇന്നിംഗ്സ് കഴിയുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസുമായി സെന്റ് ജോസഫ് ഹോസ്റ്റൽ. രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ ഞങ്ങളുടെ ടീമിൽ മുരളി നല്ല ഫോമിലായി. ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പായി നിൽക്കുമ്പോഴാണ് ക്ലീറ്റസും മറ്റും ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് ഒടുക്കത്തെ ജാടയിലായിരുന്നു ഈ കുഞ്ചാക്കോ. നീ എന്നാടാ ക്യാപ്റ്റനെ പറയുന്നത് കേട്ടാ മതി. ആര് ഔട്ടായാലും അടുത്ത കുഞ്ചാക്കോ ബാറ്റ്. അല്ലെ മറ്റേ കാര്യം ഞാൻ വാട്സാപ്പിൽ ഇടും. ഏതാ ഡെയ്സി കേസ് എല്ലാം കെട്ടി റെഡിയാക്കി. പൊന്നു കുഞ്ചാക്കോ, പതുക്കെ കെട്ടണം. മസ്താന്റെ അടുത്ത് കടപ്പുറത്തെ മാസ്റ്റർ ബ്ലാസ്റ്റ് പറഞ്ഞ് ഒരു വിധത്തിലെ സംഭവിപ്പിച്ച് ഞങ്ങളെ തെറിയേപ്പിക്കില്ലേ? മാനം പോന്ന കേസാ. ഇറക്കിയില്ലേ എന്റെ അളിയ. ഇനിയുള്ള സീനൊന്ന് ഫാസ്റ്റാക്ക്. ആരെങ്ങോ ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്താ കേൾക്കുമ്പോ എല്ലാം കേൾക്കണം. ഇതെന്തിനാ? സ്പീഡുള്ള മാർട്ടിനാണ് ലാസ്റ്റ് ഓവർ. സേഫ്റ്റി അല്ലേ പ്രധാനം. ഓ സേഫ്റ്റി. ഇത് വെച്ചില്ലേ ഫ്രണ്ടിലെ പല്ലു വെച്ചേക്കാം. ഇതിനെന്താടെ മൂത്രത്തിന്റെ ഒരു മണം? ആ മാറ്. പുതിയ ഓരോ പരിഷ്കാരങ്ങളെ. ഇതിന്റെ ലാർജ് എടുത്തോണ്ട് വാ. ഇതെന്താ തുണിക്കടേ? ഇതാകെ ഒരു സൈസിലേ ഉള്ളൂ. എന്നാ വല്ല കൊച്ചുള്ളവർക്ക് കൊണ്ടുപോയി കൊടു. അല്ല തന്നെ ഇത് വല്ല കുമ്മളങ്ങാനാണോ കാറ്റടിക്കുമ്പോ പൊട്ടാൻ? ഇവ ഒരു മണ്ടൻ തന്നെടാ. മാർട്ടിന്റെ തീപാറുന്ന ബോളിൽ ബെത്ലഹേമിന്റെ അർജുൻ ക്ലീൻ ബോൾ. ഞാൻ ഏറ്റു തകർത്തിട്ട് വരാം. മോർണിംഗ് വന്ന് 3 ബോളേ ബാക്കിയുള്ളൂ. 3 റൺസ് കൂടെ മതി. ജയിച്ചു നിൽക്കുന്ന കളിയാ. എങ്ങാനും തോറ്റ നിന്റെ തലയോട്ട് എടുത്താൽ തബല കൂട്ടും. ശരി. എടാ നിന്നെയാടാ ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? എടാ മന്ദബുദ്ധി തീറ്റ മത്സരമല്ല. ഊച്ചാളി, നീ അങ്ങനെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ടാ യൂദാസ. ആൾക്കാർ എന്നെ നോക്കി കൈയടിക്കുന്നത് കണ്ടോ? എടാ പന്തറിയുന്ന ആ കാലം മാറ്റിനാ. നീ ആ ഹെൽമെറ്റ് എങ്കിലും എടുത്തു വെക്ക്. അവൻ്റെ ബോളല്ല വെടിയുണ്ടയാ. അവന്റെ ഉണ്ട ഇന്ന് ഞാൻ പൊട്ടിക്കും. അത് ഓടാ തീയിൽ കുരുത്ത ഉരുക്കാടാ ഞാൻ. ഉരുക്ക്. എന്തോ നീ വേടാ ഊളെ കൊല പിടിക്കാൻ എന്നെ പഠിപ്പിക്കട്ടാ വേട്ടാവളിയാ. തനിക്കെന്തിനാണ് അധികം പന്ത് എന്ന ഭാവത്തിൽ ജാക്കാ പന്തിനെ അവഗണിച്ചിരിക്കുകയാണ്. ആഞ്ഞം കാണിച്ച് പറ്റിക്കാതെ പന്തറിയടാ തെണ്ടി. അവസാന പന്തിലെ സിക്സർ മതി തനിക്കെന്ന ഭാവത്തിലാണ് ജാക്ക് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ണ് കാണുന്നില്ലടാ. എടാ ആ ചെറ്റ 2 പ്രാവശ്യം ബോൾ എറിയുന്ന പോലെ കാണിച്ച് പറ്റിച്ചടാ. കോതാണ്ട് അവൻ 2 ബോൾ എറിഞ്ഞു. നിന്റെ കള്ളിന്റെ ഫിറ്റും അവന്റെ ഒടുക്കത്തെ സ്പീഡും കാരണം ബോൾ കാണാത്ത. അതായിരിക്കും വലത് ചെവിയിൽ ഒരു മൂളല് പോലെ. ലാസ്റ്റ് ബോളാ. കേറി വന്ന് കണ്ണടച്ച് വെച്ചു കൊടുക്ക്. കളി തോറ്റാ അറിയാലോ, എല്ലാരും കൂടെ ശവമാക്കും. മുരളി പണി പാളിയോടാ. എനിക്ക് വേണ്ടി നീ അവിടെ പോയി ഇന്ന് നിക്കോടാ. അതൊന്നും നടക്കൂല. ഇത് നിന്നെ ആരെങ്കിലും എനിക്കറിയാം നീ നിൽക്കുന്നില്ല. നല്ല മനസ്സാ. വരിഞ്ഞു കയറി വന്നിട്ട് പോയി ഉണ്ടാക്ക്. എടാ ആ മസ്ത എന്നെ കൊല്ലൂടാ. ഇരു ടീമുകളും ആകാംക്ഷയിലാണ്. ദൈവമേ പുണ്യാളച്ച കണ്ണടച്ചത് വെക്കാൻ പോവാണേ. കൊള്ളിച്ചേക്കണേ. സ്വർണ്ണക്കപ്പ് ബെത്ലഹേമിനോ സെന്റ് ജോസഫിനോ എന്ന് തീരുമാനിക്കുന്ന അവസാന പന്ത് നടക്കണം.
ജാക്ക് ഡഗ്ലസ് മെറൻഡിയുടെ മാന്ത്രിക പ്രകടനത്തിലൂടെ സെന്റ് ജോസഫ് ഹോസ്റ്റലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ബെത്ലഹേം ഹോസ്റ്റൽ. പണി പറ്റിച്ചു. അബ്ഡമൻ പാഡ് വെക്കാൻ 100 വട്ടം പറഞ്ഞാണ്. അപ്പൊ പറഞ്ഞ് പൊട്ടാൻ കോമളയാണോന്ന് കണ്ടില്ലേ കിടക്കണ കിടപ്പ്. ബോധമറ്റ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം കുഞ്ചാക്കോയെ ഞങ്ങൾ പുറം ലോകം കാണിക്കാൻ ഇറക്കി. ഏതോ പഴയ ഒന്നില്ലാത്ത സീഡി കൊടുത്ത ക്ലീറ്റസിനെ സമാധാനിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ചെന്ന് പൊട്ടത്തരമിൽ പറഞ്ഞ കുത്തിക്കേറ്റ് ഞാൻ വെറുതെ പൈസ കൊടുത്തപ്പോൾ വിലാസിനുടെ ഒറിജിനലും കോപ്പി ഒക്കെ കിട്ടി. എന്നിട്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാരും കാണണ്ട. എന്താ എങ്ങനെ ഹാപ്പി അല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങള് പോന്നപ്പോഴും ഇട്ട് നോക്കി അടയാളങ്ങളൊക്കെ കണ്ട് ഉറപ്പിച്ചതല്ലേ. എന്തായാലും ആശ്വാസം. ഇനി നമ്മളെല്ലാരും ഒറ്റക്കെട്ടല്ലേ. അപ്പൊ നമുക്കിനി ഒരു സെൽഫി ആയാലോ? സഹോദരന്മാരെ, ഉഗാണ്ടയിൽ ഉൾക്കവീണ കുഞ്ചാക്കോയുടെ ചികിത്സയ്ക്കായി എന്തെങ്കിലും എന്റെ പെങ്ങളുടെ കല്യാണം ക്ഷണിക്കാനായി ഒരു ദിവസം ഇപ്പൊ കോളേജിൽ വന്നു. ആ കാർഡ് എടുത്തോ. ഞാനൊരു ഉഗ്രൻ ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചെന്ന അച്ഛന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്മാർക്ക് അന്ന് എന്തോ അസൗകര്യം ഉണ്ട്. ഞങ്ങൾക്ക് വരാൻ പപ്പ ഡ്രൈവർ ഉൾപ്പെടെ വണ്ടി വിട്ടു തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ. ആണോ? ഉപ്പ ഇത് ശ്യാം, ഞാൻ പറഞ്ഞിട്ടില്ലേ പാട്ടുകാരൻ. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട് ഇപ്പോ? ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ തന്നെ. ഉപ്പ കല്യാണത്തിന് വരാൻ ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോ അമ്മ ഒരു ട്രീറ്റ്മെന്റ് അന്ന് തൃശ്ശൂർക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും. അപ്പൊ ശരി അങ്കിൾ, ഞാനും ഒന്നും ഉണ്ടാവില്ല. അതെന്താ? ടീമിനെ കൊണ്ടൊരു ഫുട്ബോൾ മാച്ചിന് പോകണം. അന്ന് ഫൈനൽസ് അതാ. ഓ ശരി, കളി നടക്കട്ടെ. ആ പന്ന പരട്ട മുരളി ഇടയ്ക്കിടയ്ക്ക് ഒരു മൊബൈൽ എടുത്ത് വീഡിയോ ഗെയിം കളിക്കുന്നതാണോ? അത് എവിടെയാണോ പാത്ത് വെച്ചിരിക്കുന്നത്? ആഹാ, ഓഫാണോ? ഓണാക്ക. നല്ല ഫോൺ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കണമെങ്കിൽ ഇതിനകത്ത് എന്തോ കേസ് കെട്ട് കാണും. അത് കുത്തിക്കോട്ടിരിക്കെ. വേണ്ട സമയത്ത് വിളിച്ചാ ഫോൺ എടുക്കുകയല്ല. എടി മന്ദബുദ്ധി, എന്നാ കളർ വേണമെന്ന് ചോദിക്കാനാ ഫോൺ വിളിച്ചേ. അപ്പൊ അവിടെ ഒടുക്കത്ത ഉറക്കം. ഇന്നാ ഓരോന്ന് തന്നുവിടും. ബ്ലൗസിന്റെ കളർ മാച്ച് ചെയ്യുന്ന സാരി വേണം പോലും. നാട്ടിലെ കട മുഴുവൻ കയറി ഇറങ്ങി. തെളിഞ്ഞു വന്നല്ലോ. MOLU മോള്. എടാ കള്ളമുത്തേ, ലാസ്റ്റ് ഏതോ മോളൂനെ വിളിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലേ? ഏതായാലും ഒന്ന് മുട്ടി നോക്കിയാലോ? അതും ചുറ്റി നിൽക്കാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്കടി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. തന്നെയാണല്ലോ. ഇതെവിടുന്ന ബാത്റൂമിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. പതിവില്ലാത്തൊരു വിളി. മോളോ കുളിക്കുന്നോണ്ടായിരിക്കോ സ്വരം മാറിയിരിക്കുന്നത്? പരക്കനാണെങ്കിലും പഞ്ചപാവ. അതെ, കറുപ്പ് നിറം എനിക്കിഷ്ടായി. ആ പിന്നെ ആ പല്ലുവിലെ ഹാൻഡ് വർക്കേ ഒന്ന് അമർത്തി ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. കുളിച്ചിട്ട് വാ, ഒരു സൂപ്പർ സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശടാ, അപ്പം മനസ്സിലൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഫോണിൽ കൂടെ ഉള്ളൂ എന്ന് മാത്രം.